നമ്മുടെയൊക്കെ പെട്ടെന്നുള്ള യാത്രകൾക്ക് അല്ലേലും കുറച്ച് മാധുര്യം കൂടുതലാണല്ലോ അല്ലേ. നമ്മുടെ ഈ ബന്ദിപ്പൂർ യാത്രയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അതും ഞങ്ങളുടെ 8ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. തിരുവനന്തപുരത്തുനിന്ന് മൈസൂർ സ്ലീപ്പർ ബസ് കയറുമ്പോൾ ഏവം ബസ്സിൽ ഇത്രയും ലാവിഷായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഗുണ്ടൽപേട്ടിൽ ഇറങ്ങി അവിടുന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് വേണം നമുക്ക് ബന്ദിപ്പൂരുള്ള നമ്മുടെ റിസോർട്ടിലേക്ക് എത്താൻ. വൈകുന്നേരം 7 മണിക്ക് തിരുവനന്തപുരത്തുനിന്ന് കയറി ഞങ്ങൾ രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ബത്തേരിയും ക്രോസ് ചെയ്ത് ഗുണ്ടൽപേട്ട് അടുക്കാറായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ മിക്കപ്പോഴും ആനകളൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റാറുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ പറഞ്ഞത്. കേശപ്പൻ ബസ്സിലെ ചേട്ടന്മാരെയൊക്കെ കമ്പനിയാക്കി ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് ബത്തേരി ഗുണ്ടൽപേട്ട് റോഡിൻ്റെ വൈബ് പിടിച്ചുകൊണ്ടിരുന്നു. ഈ യാത്രകൾക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം KSRTCയും ഓട്ടോയും ജീപ്പും ഒക്കെ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ എനിക്ക് ഉടനീളം നല്ല കുറച്ച് മനുഷ്യരെ പരിചയപ്പെടാനും സംസാരിക്കുവാനും പറ്റി. അതൊക്കെ ആരൊക്കെയാണെന്ന് ഈ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ മൊത്തമായും കാണുവാൻ ശ്രമിക്കുക. നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും പൂത്തുലഞ്ഞിരിക്കുന്ന സൂര്യകാന്തി തോട്ടങ്ങൾ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഗുണ്ടൽപേട്ട് ബസ് ഇറങ്ങി ഞങ്ങൾ അവിടെ തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഇത് യാത്ര പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നെന്ന്. അതുകൊണ്ട് തന്നെ ഗുണ്ടൽപേട്ടൊന്ന് എങ്ങനെ ബന്ദിപ്പൂരിലുള്ള നമ്മുടെ റിസോർട്ടിലേക്ക് പോകാമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഹോട്ടലിലെ ചേട്ടൻ തന്നെ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ KSRTC ബസ് കാണിച്ചു തന്നത്. ഇവിടുന്ന് വീണ്ടും യാത്ര തുടർന്ന് ഞങ്ങൾ കുറച്ചു ദൂരം മൈസൂർ ഊട്ടി നാഷണൽ ഹൈവേ വഴിയും പിന്നെ അവിടുന്ന് ബന്ദിപ്പൂർ ഉൾവനത്തിലേക്ക് പ്രവേശിച്ചുമാണ് നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബന്ദിപ്പൂരുള്ള കൺട്രി ക്ലബ്ബ് റിസോർട്ടിലാണ്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡീഫോറസ്റ്റിനുള്ളിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തതയും നല്ല ഇളം കാറ്റും നല്ല കിളികളുടെ സൗണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന റിസോർട്ട് തന്നെയാണ് കേട്ടോ ഈ ബന്ദിപ്പൂരുള്ള ഈ റിസോർട്ട്. കാടിനിടയ്ക്കാണ് നമ്മുടെ റൂംസൊക്കെ. ഈ റൂംസിനൊക്കെ വളരെ വ്യത്യസ്തമായ പേരുകളാണുള്ളത്. ജംഗിൾ സ്റ്റുഡിയോ എന്നാണ് ഈ റൂമുകളെ അവർ വിളിക്കുന്നത് തന്നെ. ഞങ്ങൾക്കും ജംഗിൾ സ്റ്റുഡിയോ എന്ന ഈ റൂമിലാണ് കിട്ടിയേക്കുന്നത്. ഞങ്ങളിപ്പം റൂമിലൊക്കെ പോയിട്ട് ഫ്രഷായിട്ട് തിരിച്ച് ഇറങ്ങി വന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിള്ളേർ സെറ്റിന് എന്തായാലും കളിക്കാൻ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടേക്ക് ഉള്ളത്. പിന്നെ ഇവിടെ നല്ല കിളികളുടെ സൗണ്ടും എന്താ പറയണ്ടേ മൃഗങ്ങളുടെയൊക്കെ എന്തൊക്കെയോ സൗണ്ടൊക്കെ വെളിയിൽ കേൾക്കുന്നുണ്ട്. അതും ഇങ്ങനത്തെ ദിവസം ഇഷ്ടപ്പെടുന്ന സമയം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ആദ്യത്തെ ദിവസം ഒഴിവ് സമയങ്ങളിൽ ഞങ്ങൾ റിസോർട്ടിലൊക്കെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ കൊച്ചു കൊച്ചു ഗെയിംസൊക്കെ ആയിട്ട് ഞങ്ങൾ സമയം ചെലവഴിച്ചു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് കുറച്ച് അതിഥികൾ എത്തിച്ചേർന്നത്. ഒരു കൂട്ടം പേടമാനുകൾ. ഈ മാനുകളൊക്കെ ഈ ചുറ്റുപാടൊക്കെ തന്നെ ഉള്ളതാണ് കേട്ടോ. അത് കൂട്ടത്തോടാണ് നടക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ അടുത്തുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇത് കൂട്ടത്തോടെ വന്ന് കിടന്ന് ഉറങ്ങുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ മാനുകളൊക്കെ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. നമ്മൾ പഴങ്ങളും ആപ്പിളും ഒക്കെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് മാറി നിൽക്കുമ്പോഴേ ഇത് നമ്മളെ നിരീക്ഷിച്ച് വന്ന് പതുക്കെ പഴങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ റിസോർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ് കേട്ടോ. വൈകുന്നേരം 4 മണിയാവാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു പൂളിൽ ചാടുവാൻ. വളരെ നല്ലതായിട്ട് തന്നെ ഇവർ ഈ പൂൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. അതാണ് എനിക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പൂളിനേക്കാളും. പൂൾ മാക്സിമം സമയം ഞങ്ങൾ ചിലവഴിച്ചു. അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടത് ചൂട് ചായയൊക്കെ കുടിക്കാനാണ്, ആ തണുപ്പൊക്കെ മാറാൻ വേണ്ടി. പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്ന് ഞങ്ങൾ നമ്മുടെ ഈ റിസോർട്ട് വളരെ ഭംഗിയായി നിർമ്മിച്ച ഈ റിസോർട്ട് നടന്ന് കണ്ടുകൊണ്ടിരുന്നു. ഇവിടുത്തെ ബിൽഡിങ്സിനും ഇവിടെ അടിച്ചിരിക്കുന്ന ഓരോ പെയിൻറ്റിനും ഓരോ ബിൽഡിങ്ങിന് ഇട്ടിരിക്കുന്ന പേരുകളും വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ എനിക്ക് ഫീലായത്. രാത്രി കാലങ്ങളിൽ 2 സൈഡിലും കത്തിച്ചിട്ടിരിക്കുന്ന ലൈറ്റുകളുടെ ഇടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നടന്നു പോകാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. ഇപ്പോൾ സമയം 6 മണി. നമുക്കൊരു ഫോറസ്റ്റ് സഫാരിക്ക് പോയാലോ?
സഫാരി 2 സമയങ്ങളിലാണ് കേട്ടോ ഉള്ളത്. രാവിലെ 6:30-ക്ക് ശേഷവും വൈകുന്നേരം 2:30-ക്ക് ശേഷവും. ഞങ്ങൾ രാവിലത്തെയാണ് കേട്ടോ ചൂസ് ചെയ്തത്, കൂടുതൽ മൃഗങ്ങളെ കാണുവാൻ സാധിക്കുമെന്ന് കരുതി. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റിസോർട്ടിൻ്റെ ജീപ്പിലാണ് കേട്ടോ നമ്മൾ ഇന്ന് സഫാരിക്ക് പോകുന്നത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് സഫാരി പോയിന്റിലാണ്, ബന്ദിപ്പൂരുള്ള. ഈ കാണുന്ന ബസ്സിലാണ് കേട്ടോ നമ്മളിന്ന് സഫാരിക്ക് പോകുന്നത്. സഫാരിയുടെ ടൈമിങ്ങും റേറ്റിങ്ങിൻ്റെയും ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ബസ്സിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഫാരി ഗൈഡ് അവിടെ കാണുന്ന സ്ഥലങ്ങളുടെയും പക്ഷികളുടെയും മൃഗങ്ങളെയൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ സഫാരിക്ക് വരുന്നത് ജാനുവരിയിലാണ് കേട്ടോ. ഇപ്പോൾ മനസ്സിലാകുന്നത് ചൂടുകാലം ആകുമ്പോൾ ഈ മൃഗങ്ങളൊക്കെ ഉൾവനത്തിലേക്ക് കയറും പോലും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റണമെന്നില്ല ഈ സഫാരിക്ക് പോകുമ്പോൾ. മഴക്കാലത്ത് വന്നാൽ നമ്മൾ ഞെട്ടിക്കുന്ന പല മൃഗങ്ങളെയും നമുക്ക് ഈ വഴിയിലേക്ക് കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത് കേട്ടോ. അങ്ങനെ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ഈ സഫാരിയിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇനി ഇവിടെ സഫാരിക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഒരു മഴക്കാലവും വൈകുന്നേരത്തെ സഫാരിയും ട്രൈ ചെയ്യുക. എന്നിട്ട് തീർച്ചയായും അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മുടെ യാത്രയിൽ വളരെ യാദൃശ്ചികമായിട്ടാണ് കേട്ടോ ഈ ഗോപാലസ്വാമി ഹിൽസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹിൽസ് വരെ ഞങ്ങൾ ഈ ഓപ്പൺ ഓട്ടോയിലാണ് കേട്ടോ പോയത്. ഈ ഓട്ടോ കിട്ടിയതും വളരെ യാദൃശ്ചികമായിട്ട് തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ സീറ്റ് കണ്ടപ്പോൾ കേശപ്പൻ പറഞ്ഞു കേശപ്പൻ അവിടെ ഇരിക്കണമെന്ന്. പിന്നെ എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഹിൽസ് വരെ എത്തിയത്. ഇവിടുന്ന് ഹിൽസിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ വണ്ടികൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിന് ഹിൽസിൻ്റെ 2 ബസ്സുകൾ അവൈലബിൾ ആണ്. ഓരോ അരമണിക്കൂറിലും ഈ ബസ്സുകൾ മുകളിലേക്കും താഴേക്കും ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. വളരെ മനോഹര കാഴ്ചകൾ തന്നെയാണ് കേട്ടോ നമുക്ക് മുകളിലേക്ക് കയറും തോറും കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് ക്ഷേത്രത്തിനകത്തും വളരെ വ്യത്യസ്തമായ കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കാണുവാൻ സാധിച്ചു കേട്ടോ. ഇവിടുത്തെ ക്ഷേത്ര മേൽശാന്തി ഒരു മഞ്ഞ ചരടിൽ കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് ഞങ്ങളുടെ കൈകളിൽ കെട്ടിത്തരികയുണ്ടായി. ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും ഞങ്ങൾക്കൊരു നല്ലൊരു പോസിറ്റീവ് വൈബ് ഫീൽ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിന് വെളിയിൽ ഞങ്ങൾ ഒത്തിരി സമയം ചെലവഴിച്ചു. മനസ്സിന് ഓർത്തിരിക്കാൻ ഒത്തിരി ചിത്രങ്ങൾ എടുക്കുവാനും സാധിച്ചു കേട്ടോ. അവിടുന്ന് അന്നദാനമൊക്കെ ഞങ്ങൾക്ക് കഴിക്കുവാൻ സാധിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ മൊബൈലിൽ അമ്മുക്കുട്ടിയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന പോലെ തന്നെ നമ്മളൊരു അടുത്തൊരു ബസ്സിൽ നമ്മൾ ഹിൽസിന് താഴത്തേക്ക് ഇറങ്ങുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ നേരത്തെ വന്ന ഓട്ടോ ചേട്ടനെ വിളിച്ചു വരുത്തുകയും ആ ചേട്ടൻ തന്നെ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു സൂര്യകാന്തി തോട്ടമാണ് കേട്ടോ. നമ്മുടെ സൂര്യകാന്തി തോട്ടത്തിൽ വിചാരിച്ചതിലും കൂടുതൽ പൂത്തെളിഞ്ഞിരിക്കുന്ന സൂര്യകാന്തി പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ആസ്വാദനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോയത് നമ്മുടെ റിസോർട്ടിലേക്ക് തന്നെയായിരുന്നു. തിരിച്ചു പോകുമ്പോൾ എൻ്റെയും കേശുക്കുട്ടനെയും ഇടയ്ക്ക് അമ്മുക്കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവളുടെ ആഗ്രഹം തന്നെയായിരുന്നു. ഞാനത് വളരെ കരുതലോടെ സാധിച്ചു കൊടുക്കുകയായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ 2ാമത്തെ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ഒന്ന് കുറച്ച് പൂളിലൊക്കെ ചാടിയിട്ട് നമ്മുടെ പിള്ളേരുടെ കളി സ്ഥലങ്ങളിലേക്കൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് നമ്മുടെ 2ാമത്തെ ദിവസം അവസാനിപ്പിക്കേണ്ടതാണ്. ബുഫയൊക്കെ ആയിട്ട് തിരിച്ച് റിസോർട്ടിലെത്തി ഞങ്ങൾ ചെറിയ ചെറിയ ഗെയിംസും സ്വിമ്മിംഗ് പൂളും ബുഫയൊക്കെ ആയിട്ടാണ് നമ്മൾ 2ാമത്തെ നമ്മുടെ ദിവസത്തെ യാത്ര അവസാനിപ്പിച്ചത് കേട്ടോ. നമ്മുടെ 3ാമത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു പ്രഭാത സഫാരിയോട് കൂടെയാണ് കേട്ടോ. റിസോർട്ടിലെ എനിക്ക് മിസ്സായ പല സ്ഥലങ്ങളും ഞാൻ തേടി പിടിച്ച് കാണുവാൻ ശ്രമിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ നമ്മുടെ ബന്ദിപ്പൂർ റിസോർട്ടിൻ്റെ വാച്ച് ടവറിലാണ് നിൽക്കുന്നത്. അത്ര മനോഹരമാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനും കേശപ്പനും അമ്മക്കുട്ടി രാവിലെ വോക്കിന് ഇറങ്ങിയപ്പം ഞങ്ങൾ കയറിയതാ. അല്ലേ കേശു, എങ്ങനെ ഉണ്ടായിരുന്നാ? പൊളിയല്ലേ? അത് തന്നെ പൊളി. അപ്പം ഞങ്ങൾ ഇനി അപ്പോൾ താഴോട്ട് ഇറങ്ങട്ടെ. ഇവർക്ക് പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോകണം. അപ്പോൾ ബൈ ഗൈസ്.
അവസാന ദിവസം നമ്മൾ റിസോർട്ടിൽ തന്നെയാണല്ലോ ചിലവഴിച്ചത്. ഡാൻസും പാട്ടും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ഈ യാത്രയുടെ ഒരു കലാശക്കൊട്ട് തന്നെയാണ് അന്ന് ഞങ്ങൾ നടത്തിയത്. അടുത്ത തവണ ബന്ദിപ്പൂർ വരുമ്പോൾ തീർച്ചയായിട്ടും കാണുവാൻ വേണ്ടി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മധുബലെ ടൈഗർ റിസർവും പിന്നെ നമ്മുടെ ബന്ദിപ്പൂർ മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള റോഡും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾ ബന്ദിപ്പൂർ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സമയം അനുവദിക്കുമെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞങ്ങളുടെ ഈ യാത്രയുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. പോകുന്ന വഴിക്ക് കേശപ്പനും അമ്മുക്കുട്ടിയും ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഓരോ എൻ്റർടൈൻമെൻറ്റ് തന്നുകൊണ്ടിരുന്നു. അപ്പം ബൈ ഗൈസ്.